യുവതയുടെ പ്രതികരണശേഷി കൊടുങ്കാറ്റായി ആഞ്ഞടിച്ച 1994 നവംബർ 25. യുവജന പോരാളികളുടെ ചോര വീണ് ചരിത്രം ചുവന്ന ദിനം. നിറത്തോക്കുകൾക്ക് മുന്നിൽ പിന്തിരിഞ്ഞോടാതെ സമരയൗവനത്തിൻ്റെ പോരാട്ടവീര്യത്തിൽ പിറന്നത് 5 രക്തസാക്ഷികൾ. കൂത്തുപറമ്പ് അത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കേവലം ഒരു സ്ഥലനാമം മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ പോരാട്ട ഭൂമികയിൽ രണപൗരുഷങ്ങൾ നെഞ്ചുവിരിച്ചു നടത്തിയ സമരചരിത്രത്തിലെ ചോരകനിയുന്ന ഒരേടാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൂത്തുപറമ്പ് വെടിവെപ്പിന് ഇന്ന് 31 വയസ്സ് തികയുന്നു. 1994 നവംബർ 25 പോലീസ് നടത്തിയ വെടിവെപ്പിൽ കൂത്തുപറമ്പിൽ 5 DYFI പ്രവർത്തകർ കൊല്ലപ്പെട്ടത്. നട്ടലിന് വെടിയേറ്റ് ശരീരം തളർന്ന് വെടിവെപ്പിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറിയ പുഷ്പൻ 2024 സെപ്റ്റംബർ 28 അന്തരിച്ചത്. 1994 നവംബർ 25 അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന MV രാഘവനെ കരിങ്കൊടി കാണിക്കാനെത്തിയ DYFI പ്രവർത്തകർക്ക് നേരെ പോലീസ് വെടിയുതിർത്തത്. DYFI ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന KK രാജീവൻ, റോഷൻ, ഷിബുലാൽ, ബാബു, മധു എന്നിങ്ങനെ 5 DYFI പ്രവർത്തകർ അന്നത്തെ പോലീസ് വെടിവെപ്പിൽ കൂത്തുപറമ്പിൻ്റെ മണ്ണിൽ മരിച്ചു വീണു. വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കും എതിരെയായിരുന്നു കൂത്തുപറമ്പ് സമരം. UDF സർക്കാരിലെ സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവനെതിരായ സമാധാനപരമായ കരിങ്കൊടി പ്രതിഷേധം. സമരത്തിന് നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയായിരുന്നു പോലീസ് വെടിവെപ്പ്. സംഭവം നടക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. പ്രധാനമായും 2 വിഷയങ്ങളാണ് അക്കാലത്ത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും തെരുവിലിറക്കിയത്. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണം. സംസ്ഥാനത്ത് കൂടുതൽ സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാനും സർക്കാർ നിയന്ത്രണം കുറയ്ക്കാനുമുള്ള നീക്കങ്ങൾക്കെതിരെ DYFI തുടങ്ങിയ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സമരരംഗത്തായിരുന്നു. വിദ്യാഭ്യാസം സാധാരണക്കാർക്ക് അപ്രാപ്യമാകും എന്നായിരുന്നു അവരുടെ പ്രധാന വാദം. 2, സഹകരണ മേഖലയിലെ നയങ്ങളായിരുന്നു. ഭരണപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിലും പ്രവർത്തനങ്ങളിലുമുള്ള രാഷ്ട്രീയപരമായ ഇടപെടലുകൾക്കെതിരെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. സംഭവത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വിമർശനങ്ങളോട് അന്നത്തെ UDF സർക്കാർ പ്രതികരിച്ചത് അക്രമം അഴിച്ചുവിട്ടത് പ്രതിഷേധക്കാർ ആണെന്നായിരുന്നു. മന്ത്രിയെ തടയാനെത്തിയ പ്രതിഷേധക്കാർ അക്രമാസക്തരാവുകയും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പോലീസ് ബലപ്രയോഗം നടത്തിയത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും മന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും പോലീസിന് മറ്റ് മാർഗങ്ങൾ ഇല്ലാതിരുന്നതിനാലാണ് വെടിവെപ്പ് നടത്തേണ്ടി വന്നതെന്നാണ് സർക്കാർ ഔദ്യോഗികമായി വിശദീകരിച്ചത്. കൂടാതെ ഇതൊരു സമാധാനപരമായ പ്രതിഷേധമായിരുന്നില്ലെന്നും മന്ത്രിയുടെ പരിപാടി അലങ്കോലപ്പെടുത്താൻ പ്രതിപക്ഷം രാഷ്ട്രീയപരമായി ആസൂത്രണം ചെയ്ത ആക്രമണമാണിതെന്നും ഭരണപക്ഷം ആരോപിച്ചിരുന്നു. ഇന്ത്യൻ യുവജന പോരാട്ടത്തിലെ അണയാത്ത അഗ്നിയായ കൂത്തുപറമ്പ് ഇന്നും ലോകം മുഴുവനുള്ള പോരാളികൾക്ക് ആവേശം പകരുകയാണ്. KFIL ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.